സൂപ്പറായിരുന്നു. അങ്ങനല്ല, അത് എൻ്റെ കണ്ണിന് അല്ലാതെ സാധാരണ വെള്ളമല്ല, പടം കണ്ടോണ്ടെന്നല്ല, കാരണം ഈ ഫിലിം കാണുമ്പോൾ എനിക്ക് കണ്ണിൽ നല്ല സിനിമ. നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഉള്ള നല്ല സിനിമയായിരുന്നു. നെഗറ്റീവായിട്ട് ഒന്നുമില്ല. ഈ AI ക്രിയേറ്റ് ചെയ്ത നെഗറ്റീവിൽ തോന്നുന്നു. അങ്ങനെ ഫേസൊക്കെ ചെറിയതുണ്ട്. മോനും അച്ഛനുമായിട്ടുള്ള അതിൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ. ഇപ്പം വിജയുടെ വേറെ രൂപം AI വെച്ച് ചെയ്തേക്കുന്ന ഒരു ചെറിയൊരു പ്രശ്നം പോലെ തോന്നുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ലെങ്ത് ഉണ്ട്, 3 മണിക്കൂർ ലെങ്ത്, അതാണ് ഒരു ഇതായിട്ട് തോന്നുന്നു. ആവറേജ്. ഇപ്പോഴും പോലത്തെ ഒരു വിജയ് മൂവിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആസ് യൂഷ്വൽ ഓവർ മൂവി കൊള്ളായിരുന്നു. പിന്നെ ഇത് ഫുള്ള് AI ആണ് അതിൽ കളി. നന്നായിട്ടിരുന്നു. വിജയ് ഫാദർ ആൻഡ് സൺ എന്ന് പറഞ്ഞാൽ അത് നന്നായി കോമ്പോ നന്നായിട്ടുണ്ട്. ഉറപ്പിച്ച് കൊന്നളഞ്ഞ ചേട്ടാ, അത്രേ പറയാനുള്ളൂ. വിൽസ്മിത്തിന്റെ പിന്നെ ജെമിനി മാനില്ലേ, അതിന് ക്ലോണ് മൊത്തം ഉണ്ടാക്കി അകത്ത് കയറ്റിയിട്ടുണ്ട്. പൊളി പടം വന്ന് പൊളി പടം ഇവരും കാണരുത്. വിജയ പടം അങ്ങനെയല്ല, വിജയ പടം ഇതിലും നല്ല പടമായിരുന്നു. ഇത് ഇവരും പോകാൻ കൊള്ളൂല്ല. അടിപൊളി അടിപൊളി രക്ഷ. പടം മതം, വെറും മതം, ഒട്ടും കൊള്ളത്തില്ല. ഒട്ടും കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും കൊള്ളത്തില്ല. നല്ല പടത്തിന് പോകണ എന്തോ പടമായിരുന്നു, എന്തോ 10 സെക്കൻഡ് ഹാഫ് ഉണ്ട്, അതിൽ 15 വീഡിയോ കൊണ്ട്. നല്ല പടം, നല്ല പടം തന്നെ. പറയാൻ വാക്കുകളില്ല ബ്രോ. എക്സ്പെക്ടേഷൻ്റെ അത്ര ഇല്ലായിരുന്നു, പ്രതീക്ഷ അത്ര ഇല്ല. നല്ല മൂവി, കൊള്ളാം, വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല സിനിമ. കുഴപ്പമില്ല, ആവറേജ് പടം. കുഴപ്പമില്ല, പാകലാം, കുഴപ്പമില്ല. കുഴപ്പമില്ല. എങ്ങനെയുണ്ട് പടം? ഒരു ട്രിപ്പ് കാണാം. ആവറേജ്, കുഴപ്പമില്ല. படம் சூப்பராக இருந்து ப்ரோ. வெயிட்டாக இருந்து படம் சூப்பராக இருந்து ப்ரோ. ரொம்ப സെന്റിമെന്റാ இருந்து. അല്ല, ഒട്ടും പ്രതീക്ഷയില്ല. അത് വെച്ച് നോക്കണമെങ്കിൽ കുറച്ചെങ്കിലും ഒന്നുമില്ല പറയാൻ, പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്, കാണാൻ കൊള്ളാം. നല്ല കിടിലൻ പടം. നല്ല കരങ്ങോട്ടൊക്കെ ഇറങ്ങി പറഞ്ഞു. ഇമോഷണൽ കുറച്ച് സീനുണ്ട് കേട്ടോ. പുള്ളി നല്ല രീതിയിൽ കുറേ നാളിന് ശേഷം അഭിനയിച്ചെന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ അഭിനയിച്ചു, മീൻസ് ഇമോഷണൽ സാധനമൊക്കെ നല്ലപോലെ ചെയ്ത് തീരുന്ന കരയൊക്കെ ആയിരുന്നു അല്ലേ പൂർണ്ണിമ? പക്ഷേ ക്ലൈമാക്സ് ഇത്രയും വേണ്ടായിരുന്നു. പക്ഷേ കൊള്ളാം, നല്ല രസം, കണ്ടോണ്ടിരിക്കാം. എല്ലാ കാര്യം അഭിനയിക്കാൻ പറ്റൂല എന്നുള്ള കമൻറ്റ് വരും, അതുകൊണ്ട് കണ്ടോണ്ടിരിക്കാന്ന് പറയാം. അങ്ങനെ എന്തായാലും നമ്മളെടുത്ത പൈസകൾ വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ല, പക്ഷേ കൊള്ളാം. നല്ല എന്താ കൊള്ളാം, നല്ല. ഞാൻ പറഞ്ഞില്ല, വിജയ് ഫാൻസാണ്. ഡബിൾ റോളാണ്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ വില്ലനായിട്ട് വരുമ്പം നമുക്കറിയാമല്ലോ, സസ്പെൻസാണ്. ഇൻ്റർവെല്ലിൽ കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ 2ാമത് ടിക്കറ്റ് കൂടെ എടുത്തിട്ടുണ്ട്, 4:30 എടുത്തിട്ടുണ്ട്. അല്ല, ഇത് ഒരു സസ്പെൻസ് ത്രില്ലറാണ്. ഞാൻ പറഞ്ഞില്ലേ അത് നമുക്ക് മനസ്സിലാവില്ല. അതിപ്പോൾ ഇൻ്റർവെല്ലിൽ കഴിയുമ്പോൾ ഓരോ കറക്റ്റായിട്ട് മനസ്സിലാവണം. പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഇൻ്റർവെല്ലിൽ കഴിയുമ്പോഴാണ് സസ്പെൻസ് ആണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ വില്ലനാണെന്നുള്ളത് നമുക്കറിയില്ല. വിജയുടെ മോനാണ് വില്ലനാണ്, വിജയുടെ മോനാണ് വില്ലനായിട്ട് മെയിനായിട്ട് വരണത്. അതാണ് മെയിനായിട്ടുള്ള റോള്. അത് നമുക്കറിയില്ല, ആ ഇൻ്റർവെല്ലിൽ കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ. കഥ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു പ്രാവശ്യം കണ്ടിട്ട് പിന്നെ 2ാമത് ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നില്ല. പണ്ടേ വിജയുടെ ഒരു ഫാനാണ്. അപ്പോൾ എനിക്ക് അത് കാണണം എന്നുള്ളതൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് കഥ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇപ്പോൾ പറഞ്ഞില്ലേ.